തന്റെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന് ആരോപിച്ച് സാമൂഹ്യ നിരീക്ഷകനായ അഭിജിത്ത് അയ്യർ മിത്രയ്ക്കെതിരെ 2 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സൗരവ് ദാസ്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. ഈ സൗരദാസിന് വേറെ ഒരു പണിയുമില്ല, ഒരു ജോലിയുമൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ പോയി ചെന്ന് അടിയുണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് പോയി അവിടെ പോലീസുകാരെയും അവിടുത്തെ ജനങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയാണ് സൗരദാസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും സൗരദാസിനെ ഒരു ഭീഷണിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പേടിപ്പിച്ചാൽ ഉടനെ തന്നെ ഈ ചെറുക്കൻ ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് അവർക്ക് നേരെ വക്കീൽ നോട്ടീസൊക്കെ അയക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സാമൂഹ്യ നിരീക്ഷകന് നേരെ ഒരു 2 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചത്. ആ സാമൂഹ്യ നിരീക്ഷകനായ അയ്യർ മിത്ര ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ഡൽഹിയിലെ ഗ്രേറ്റർ കൈലാസിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടുത്തെ വീടിന്റെ വാടക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷമാണ്. കാരണം ആഡംബരമായ വീടുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഇത്രയും വാടക അടയ്ക്കാനുള്ള പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് മാത്രമേ അഭിജിത്ത് ദീപികയുടെ കൂട്ടുകാരനായ സൗരദാസിനോട് ചോദിച്ചത്. ഇത് സൗരദാസിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ 2 കോടി രൂപ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗരദാസ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ സൗരദാസിന് പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കാൻ ആരാണ് ഈ പീറ ചെറുക്കന് അതിനുള്ള ഒരു അവകാശം കൊടുത്തത്? പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ഈ സൗരദാസിന് ഒരു മടിയുമില്ല എന്ന് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പിന് സൗരദാസിന് അനുവാദം നൽകിയത് ആരാണ്? മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ച് സൗരദാസ് ബഹളമുണ്ടാക്കിയിരുന്നു. അതിനർത്ഥം മറ്റുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ സൗരദാസിന് കൈക്കലാക്കണം. അവകാശപ്പെടാം, പക്ഷേ തന്റെ വ്യക്തിഗത വിവരങ്ങൾ ആരും ചോദിക്കാൻ പാടില്ല എന്നതാണ് സൗരദാസ് പറയുന്നത്. സൗരദാസ് 9 ലക്ഷം രൂപ വാടകയുള്ള വീട്ടിൽ ആഡംബര ജീവിതം നയിക്കുകയാണെന്നും വിദേശ NGO സംഘടനകളിൽ നിന്നും സൗരദാസിന് ലഭിച്ച പണമാണ് ഇങ്ങനെ ഒരു ആഡംബരമായ ഒരു ജീവിതം നയിക്കാൻ സൗരദാസിന് വഴിയൊരുക്കുന്നതെന്നും അഭിജിത്ത് അയ്യർ മിത്ര ആരോപിച്ചിരുന്നു. ഇതോടെയാണ് തന്റെ വ്യക്തിഗത വിവരം വെളിപ്പെടുത്തുകയെന്നും കൂടാതെ അതിന്റെ പേരിൽ തനിക്ക് 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും ആവശ്യപ്പെട്ട് സൗരദാസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൗരദാസിന്റെ വസതിയുടെ മേൽവിലാസവും മറ്റ് വ്യക്തിഗത വിവരങ്ങളും അഭിജിത്ത് അയ്യർ മിശ്രയും ലോബീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമ പ്ലാറ്റ്ഫോമുകളും വെളിപ്പെടുത്തുകയും പൊതു ഇടങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കപിൽ സിബലിന്റെ മകനായ അഭിഭാഷകൻ അമിത് സിമൽ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ കേസിൽ തിങ്കളാഴ്ച വാദം കേട്ട ഡൽഹി ഹൈക്കോടതി തിങ്കളാഴ്ച പക്ഷേ സൗരദാസിന് ഇടക്കാല ആശ്വാസം നൽകാൻ വിസമ്മതിച്ചു. കേസ് കേട്ട ജസ്റ്റിസ് ദത്ത പ്രതികളോട് മറുപടി നൽകാൻ നിർദ്ദേശിക്കുകയും കേസ് സെപ്റ്റംബർ 14 കൂടുതൽ വാദം കേൾക്കുന്നതിനായി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനം. സൗരദാസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയി. കപിൽ സിബലിന്റെ മകൻ കോടതിയിൽ കേസ് ഉന്നയിച്ചപ്പോൾ സൗരദാസിന് വേണ്ടി ഹാജരായ കപിൽ സിബലിന്റെ മകൻ കോടതിയിൽ കേസ് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചത് എന്തിനാണ് ഇതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വെറുതെ ആ സാമൂഹ്യ നിരീക്ഷകന് 2 കോടി രൂപ വേണമെന്ന് എന്തിനാണ് സൗരദാസ് ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം സാധാരണഗതിയിൽ ആരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇത്രയും ഒരു സൗരദാസിന് പറയത്തക്ക വിധം പണികളൊന്നുമില്ല. ഒരു ജേർണലിസം ഒക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഫ്രീലാൻസ് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അത് മാറ്റി നിർത്തിയാൽ വലിയ ഒരു ജോലിയൊന്നും തന്നെ സൗരദാസിനില്ല. അപ്പോൾ ഈ ഗ്രേറ്റർ കൈലാസ് പോലെയുള്ള ആഡംബര വസതിയിൽ ഒരു മാസത്തെ വാടക 9 ലക്ഷമാണ്. ഈ 9 ലക്ഷം അടയ്ക്കാനുള്ള പണം അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് കിട്ടുന്നു, അതിന്റെ സോഴ്സ് ഒക്കെ എവിടെ നിന്നാണെന്ന് കോടതി ചോദിക്കുന്നുണ്ട്.